അപ്പം മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ ആൻഡ് ലാസ് ഓഫ് മോഷൻ, ചലനവും ചലന നിയമവും എന്ന ചാപ്റ്ററിലെ ചില പ്രോബ്ലംസ് ആണ് കണക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണേ, ഇതിൽ ഞാൻ ഇപ്പോൾ ആദ്യത്തായിട്ട് പറഞ്ഞത് ടെക്സ്റ്റിലുള്ള പ്രോബ്ലം അല്ല, നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ ചെയ്ത് സോൾവ്ഡ് എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്ന് എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചിലത് ടെക്സ്റ്റ് എന്നുള്ള അതേ മോഡൽ തന്നെ എടുക്കും. അപ്പോൾ ഇതിലിപ്പോൾ തുടക്കത്തിൽ ഒരു ഗ്രാഫ് ഒന്ന് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊരു ബോഡിയുടെ മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നിന്ന് ഈ ബോഡിക്ക് ഉണ്ടായ ഫോഴ്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കാനുള്ളത് ഏത് ഗ്രാഫാണ് തന്നിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഇതിൽ ഏത് ഗ്രാഫാണ് തന്നിരിക്കുന്നത് അതിന് നോക്കാൻ നമ്മൾ y ആക്സിസും x ആക്സിസും നോക്കിയാൽ മതി. y ആക്സിസിൽ പൊസിഷൻ ആണ്, x ആക്സിൽ ടൈം ആണ്. നമുക്കറിയാം എപ്പോഴും x ആക്സിൽ മിക്കവാറും ടൈം ആണ് വരുന്നത്. പക്ഷെ y ആക്സിൽ ഉള്ള ആൾ മാറുമ്പോൾ ഗ്രാഫിന്റെ സ്വഭാവം മാറും. ഇതിപ്പോൾ പൊസിഷൻ ആണ് തന്നിരിക്കുന്നത്. പൊസിഷന്റെ മാറ്റമാണ് ഈ ഗ്രാഫിൽ തന്നിരിക്കുന്നത്. പൊസിഷനാണ് മാറി മാറി പോകുന്നത്. ഇനി എന്താണ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് നമുക്ക് ഫോഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? F=ma, മാസ് വേണം, ആക്സിലറേഷൻ വേണം. അതിൽ ആക്സിലറേഷൻ തന്നെ കണ്ടുപിടിക്കണമെങ്കിൽ v-u/t എന്ന് പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ v വേണം, അന്ത്യപ്രവേഗം വേണം u, ആദ്യപ്രവേഗം വേണം t, ടൈം വേണം. അപ്പോൾ v-u/t എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ v-യും u-യും t ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. ആകെ പൊസിഷനാണ് തന്നിരിക്കുന്നത്. ഇതൊന്നും വെലോസിറ്റീസ് അല്ല, ഇതൊന്നും പ്രവേഗങ്ങളല്ല, പൊസിഷനാണ്, സ്ഥാനങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചൊരു കാര്യമുണ്ട്, ഓർമ്മയുണ്ടോ? പൊസിഷൻ ഡയഗ്രാഫ് ഇങ്ങനെ ആണ് തരുന്നതെങ്കിൽ അതെങ്ങനെയുള്ള മോഷൻ ആയിരിക്കും? ഈ രീതിയിൽ ഒരു സ്ലോപ്പിൽ ഒരു ചരിവിൽ തരികയാണെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതെങ്ങനെയുള്ള മോഷൻ ആയിരിക്കും? അത് യൂണിഫോം മോഷൻ ആയിരിക്കും. എന്ത് മോഷൻ ആയിരിക്കും? യൂണിഫോം മോഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ സമപ്രവേഗത്തിലുള്ള ചലനമായിരിക്കും. സമപ്രവേഗത്തിലായിരിക്കും, യൂണിഫോം മോഷൻ ആയിരിക്കും. അതായത് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. വെലോസിറ്റി സെയിം ആണെങ്കിൽ എന്താണ് പ്രത്യേകത? ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും ഒക്കെ ഇത് തന്നെ തുല്യം തന്നെയാണ്. സോ v - u എന്ന് പറഞ്ഞ ടേം എന്തായി പോവും? 0 ആയി പോവും. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അളവ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അളവ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് കണ്ട ഉടനെ F=0 എന്ന് എഴുതരുത്. അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് നോക്കിയിട്ട് അവിടുത്തെ സൈഡിൽ എന്താണ് തന്നേക്കുന്നത് നോക്കണം. ഗ്രാഫിന്റെ y ആക്സിൽ എന്താണെന്ന് നോക്കണം. ഗ്രാഫിന്റെ y ആക്സിൽ എന്താ? പൊസിഷൻ ആണ്. x ആക്സിലോ ടൈം ആണ്. അപ്പോൾ ഇത് പൊസിഷൻ ഡയഗ്രാഫാണ്. പൊസിഷൻ ഡയഗ്രാഫിൽ നിന്ന് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് ഉള്ള ഒരു ചാൻസ് നിങ്ങൾക്കുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ മിക്കവാറും തരുന്ന പൊസിഷൻ ഡയഗ്രാഫ് എല്ലാം എന്തായിരിക്കും? യൂണിഫോം മോഷനിലുള്ളതായിരിക്കും. അപ്പോൾ യൂണിഫോം മോഷൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? യൂണിഫോം മോഷൻ ആണെങ്കിൽ അവിടെ വെലോസിറ്റി ചേഞ്ച് ഇല്ല. സോ v - u എന്ന് പറയുന്നത് 0 ആയി പോവും. സോ അവിടുത്തെ ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ ഗ്രാഫിന്റെ ഷേപ്പ് കണ്ടല്ല ഫോഴ്സ് ഉടനെ 0 എന്ന് എഴുതാനുള്ളൂ. ഇനി ഇതേപോലത്തെ ഒരു ഗ്രാഫ് ക്വസ്റ്റ്യൻ മാറും. പൊസിഷൻ മാറി ഇതാ ഇവിടെ തന്നിരിക്കുന്നത് സ്ഥാനമല്ല, തന്നിരിക്കുന്നത് വെലോസിറ്റിയാണ്, പ്രവേഗമാണ്. അങ്ങനെയാണെങ്കിലോ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇവിടെ ഫോഴ്സ് ഒരിക്കലും 0 ആവത്തില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്. കാരണം ഇവിടെ വെലോസിറ്റിയുടെ ഉള്ള ചേഞ്ച് ആണ് ഈ ഗ്രാഫിൽ തരുന്നത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മാറിയുള്ളൂ, ഷേപ്പിന് പോലും മാറ്റമില്ല. ആകെ മാറ്റിയത് എന്താണ്? y ആക്സിൽ തന്നിരിക്കുന്നത് പ്രവേഗം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പക്ഷേ യഥാർത്ഥ വസ്തുവിന്റെ മോഷനൊക്കെ മാറി. നേരത്തെ പോയ ബോഡിയുടെ മോഷൻ ആയിരിക്കില്ല ഇതിൻ്റെത് കേട്ടോ. കാരണം ഇവിടെ മാറുന്നത് എന്താണ്? അവിടെ യൂണിഫോം മോഷൻ ആയിരുന്നു, ഒരേ പ്രവേഗത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇത് ഒരേ പ്രവേഗത്തിൽ പോകുന്നതല്ല. ഇതുണ്ട 2, 4, 6, 8 ഇങ്ങനെ പോയിന്റുകൾ വെച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വെലോസിറ്റി അഥവാ പ്രവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെലോസിറ്റി മാറുന്നതുകൊണ്ട് തന്നെ ഇതെന്ത് മോഷനാണിത്? ആക്സിലറേറ്റഡ് മോഷനാണ്. ആക്സിലറേറ്റഡ് എന്ന് പറഞ്ഞാൽ ത്വരണമുള്ള ചലനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ത്വരണമുള്ള ചലനങ്ങളാണെങ്കിൽ അവിടെ എന്ത് അപ്ലൈ ചെയ്ത് കാണും?
ഫോഴ്സ് അപ്ലൈ ചെയ്ത് കാണും. സോ അവിടുത്തെ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. F is equal to ma എന്ന് പറഞ്ഞ ഇക്വേഷനിൽ m തന്നേക്കണം. m ഇപ്പോൾ ഒരു 200 കിലോഗ്രാം ആണെന്ന് വെച്ചോ m. അപ്പോൾ മാസ് എപ്പോഴും കിലോഗ്രാമിലായിരിക്കണം തന്നിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ m എന്തെന്നുണ്ട് 200 കിലോ എന്നുണ്ട്. ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ഗ്രാഫ് വരച്ച് പഠിക്കുന്നത്. അപ്പോൾ ഗ്രാഫ് ഒന്ന് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആക്സിലറേഷൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഒന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ടാമത്തെ പാഠത്തിലും പഠിച്ചാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? v മൈനസ് u ബൈ ടി വെച്ചിട്ടാണ്. v അന്ത്യപ്രവേഗം, u ആദ്യപ്രവേഗം, t അതിനെടുത്ത ടൈം. എന്തിനെടുത്ത? വെലോസിറ്റി ചേഞ്ചിനെടുത്ത ടൈം. അപ്പോൾ ഇവിടെ തുടങ്ങിയപ്പോൾ 0-ലാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ ആദ്യ പ്രവേഗം ഈസ് ഈക്വൽ ടു 0. അവസാനം നിൽക്കുന്ന എത്രയാ? വെലോസിറ്റി കാണാൻ താഴോട്ടാണോ? അല്ല, താഴെ എക്സ് ആക്സിൽ ടൈമാണ്. അതുകൊണ്ട് അവിടെ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ടൈമേ കിട്ടൂ. ലെഫ്റ്റ് സൈഡിലാണ് എന്തോ കൊടുത്തേക്കുന്ന വെലോസിറ്റി. ഇവിടെ വെലോസിറ്റിക്ക് അവിടെ എത്ര എഴുതിയിരിക്കുന്നത്? 8 ആണ് എഴുതിയിരിക്കുന്നത്. സോ അന്ത്യപ്രവേഗം 8. എല്ലാം മീറ്റർ പെർ സെക്കൻഡിലാണ്, SI യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതിന് എത്ര ടൈം എടുത്തു? 0 to 5 സെക്കൻഡ്. 0 to 5 സെക്കൻഡ് ആയപ്പോഴാണ് ഗ്രാഫ് തീർന്നത്. അതിന്റെ അർത്ഥം 5 സെക്കൻഡ് കൊണ്ടാണ് അവിടെ എത്തിയെന്നാണ്. അപ്പൊ 5 സെക്കൻഡ് ആയപ്പോൾ 0 തുടങ്ങിയിട്ട് 5 സെക്കൻഡ് ആയപ്പോൾ അവന്റെ പ്രവേഗം എത്രയായി? 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. സോ v 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആൻസർ ചെയ്യുമ്പോൾ v മൈനസ് യുവിന് വരും 8 മൈനസ് 0 ബൈ എടുത്ത സമയം t എത്രയാണ്? 5 സെക്കൻഡ്. സോ 8 മൈനസ് 0 ബൈ 5. ആൻസർ എത്ര? a is equal to 8 by 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇവിടെ ഫ്രാക്ഷൻ വന്നാൽ പേടിക്കളരുത്. അവിടെ പോയിന്റ് വിട്ട് വെക്കരുത്. പോയിന്റിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ 8 by 5 എന്ന് മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കണം. നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് എത്ര ഞാൻ പറഞ്ഞ 200 കിലോഗ്രാം ഇൻറ്റു 8 by 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അത് കണക്ട് ചെയ്തപ്പോൾ അതിന്റെ ആൻസർ ആയി 8 by 5 5ഉം 200 വെട്ടാം. ആൻസർ 40 കിട്ടും. 40 into 8. ആൻസർ എത്രയുടെ? 320 ന്യൂട്ടൺ. 320 ന്യൂട്ടൺ എന്ന ആൻസർ കിട്ടും. ഫോഴ്സിന്റെ യൂണിറ്റ് എന്തുവാണ്? ന്യൂട്ടൺ ആണ്. ഓക്കെ, 8×4 32. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് കണക്കുകൾ ചെയ്യുന്ന. ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ഗ്രാഫ് നിന്ന് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഒരു മോഡലാണ് ഈ കണക്ക്. ഓക്കെ, ഇത് ക്ലിയർ ആവത്തിൽ പോസ് ചെയ്ത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഗ്രാഫ് നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിച്ചാണ്. ഏത് ഗ്രാഫ് നിന്നാണ് നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത്? അതിനുവേണ്ടിയാണ് നമ്മൾ ആദ്യം പൊസിഷൻ ഡയഗ്രാഫിൽ തുടങ്ങിയത്. നമുക്ക് ഏത് ഗ്രാഫ് നിന്നാണ് ആക്സിലറേഷൻ കിട്ടുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ്. അത് തിരിഞ്ഞു പോകരുത്. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ കിട്ടുന്നത്. ഒരിക്കലും പൊസിഷൻ ഡയഗ്രാഫ് എന്നല്ല. ഇപ്പോൾ പൊസിഷൻ ഡയഗ്രാഫ് കണ്ടാൽ ഉടനെ തെറ്റിച്ച് വെക്കരുത്. അതുപോലെ ഒരു ഗ്രാഫ് കണ്ട ഉടനെ ഫോഴ്സ് 0 എന്ന് എഴുതരുത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ അതിൽ അവിടെ ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. ഇനി ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഗ്രാഫ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്ന. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് കാണൂല? ഫോഴ്സ് കാണൂല. കാര്യം എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സ് കാണൂല. കാര്യം എന്താണ്? ഇവിടെ ഒരേ വെലോസിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും എന്താണ്? യൂണിഫോം വെലോസിറ്റി ആണ്. ഒരു മോഷനിൽ അവിടെ ബോഡിക്ക് ആക്സിലറേഷൻ അഥവാ ത്വരണം ഉണ്ടായാൽ മാത്രമേ, അല്ലെങ്കിൽ സമവേഗത്തിൽ അല്ലെങ്കിൽ സമപ്രവേഗത്തിൽ അല്ലെങ്കിൽ മാത്രമേ അവിടെ ബലം കണ്ടുപിടിച്ചിട്ട് എക്സ്റ്റേണൽ ആയിട്ടൊരു ബലം കാണും. അപ്പോൾ എക്സ്റ്റേണൽ ബലം അഥവാ എക്സ്റ്റേണൽ ഫോഴ്സ് ബാക്കി ബലം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം മോഷൻ ആവരുത്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് വന്നാലും വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വന്നാലും അവിടുത്തെ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഒന്നും അറിയേണ്ട കാര്യം പോലും ഇല്ല. ഓക്കെ, ഗ്രാഫിന്റെ എവിടെയെങ്കിലും ഈ ഒരു പാരലൽ ലൈനാണ് വരുന്നതെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഫോഴ്സ് 0 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇതിലെ ഫസ്റ്റ് മോഡൽ കണക്ക്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്രോബ്ലം പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മുടെ ഒരു ടേബിളോ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അതിന് മുകളിലായിട്ടൊരു പുസ്തകമോ എന്തെങ്കിലും ഒരു വസ്തു ഇരിക്കുകയാണ്. ആ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയെന്നൊരു ക്വസ്റ്റ്യൻ എക്സസൈസിൽ കിടക്കണം. അപ്പോൾ അതൊന്ന് പറയാം. അപ്പോൾ ഏതൊരു വസ്തു ഭൂമിയിലുണ്ടെങ്കിലും അതിലെല്ലാം അനുഭവപ്പെടുന്ന ഒരു ബലം അഥവാ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? അതിന് സെന്ററിൽ നിന്ന് താഴോട്ടായിട്ടൊരു ബലം ഉണ്ട്. ഏതാണ്? mg എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാസിന്റെ g എന്ന് പറഞ്ഞാൽ ഭൂഗുരുത്വ ത്വരണമാണ്. അതെന്ന് പറയുന്നത് എന്താണ്? ഗുരുത്വാകർഷണ ബലമാണ്, ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി.
ഗ്രാവിറ്റി മീൻസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ ഏതൊരു വസ്തുവിനും ഭൂമിയിലെ പ്രതലത്തിലുള്ള ഏതൊരു പ്രതലത്തിലുള്ള അതിന്റെ ഒരു പരിധി വരെ എല്ലാ സ്ഥലത്തും എന്ത് ബലമുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ എവിടെ ഇരുന്നാലും അതിൽ എന്ത് അനുഭവപ്പെടും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു മേശയുടെ പുറത്ത് ഒരു ബുക്ക് ഇരിക്കുകയാണ്. ആ ബുക്കിലോട്ട് എന്ത് ഫോഴ്സ് അനുഭവപ്പെടുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്നു. എന്നിട്ടും ആ ബുക്ക് എന്ത് ചെയ്യുന്നില്ല? മുകളിലോട്ട് താഴോട്ട് എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല. അതിന്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം അത് അകത്തോട്ട് ആ മേശയും തുളച്ചുകൊണ്ട് അകത്തോട്ട് പോകാത്തത്? നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ഭൂമിയുടെ പ്രതലത്തിൽ നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങ് സെന്ററിലോട്ട് പോകാത്തത്? ഭൂമി സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നതാണ് നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഭൂമിയുടെ ഉള്ളിലേക്ക് നമ്മൾ തുളച്ചു കയറി പോകാത്തത്? എന്തുകൊണ്ടാണ് സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ? അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഒരു ഫോഴ്സ് നമ്മളെ അട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അസന്തുലിതമായിട്ടുള്ള ബാഹ്യബലം, അതായത് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചതാണ്. എന്താണ് എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്? അസന്തുലിതമായ ബാഹ്യബലം. ഈ ഒരു ബലം ഉണ്ടെങ്കിൽ മാത്രമേ വസ്തുക്കൾ അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഈ ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അതൊരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അസന്തുലിതമായ ഒരു ബാഹ്യബലമാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ? ഞാൻ ഈ ഒരു ഫോഴ്സ് മാത്രമേ പറയുന്നുള്ളെങ്കിൽ അതെന്താണ്? ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അത് കാരണം നമ്മൾ എന്ത് ചെയ്ത് പോവുകയും വേണം? നമ്മുടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുകയും വേണം. നമ്മൾ മൂവ് ചെയ്യുക. നമ്മളിപ്പോൾ റെസ്റ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം മൂവ് ചെയ്യണം. പിന്നെ എന്തുകൊണ്ട് മൂവ് ചെയ്യുന്നില്ല? അപ്പോൾ അതിന്റെ കാരണമാണ് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഓക്കെ, നമുക്ക് എല്ലാത്തിനും നമ്മൾ ന്യൂട്ടന്റെ തേർഡ് ലോ പറഞ്ഞ പോലെ എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഇതിന് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ആ റിയാക്ഷൻ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്? ഈ ഇത് എന്തിലാണോ ഇരിക്കുന്നത്, അതിപ്പോൾ മേശയാണെങ്കിൽ മേശ, സ്റ്റൂൾ ആണെങ്കിൽ സ്റ്റൂൾ. അപ്പോൾ ഇതൊരു ബുക്കാണ്. ആ ബുക്കിന് താഴോട്ട് നമ്മുടെ ഭൂമി അട്രാക്ട് ചെയ്യുമ്പോൾ അതിന് തുല്യമായിട്ടൊരു ഫോഴ്സ് മുകളിലോട്ട് ആര് കൊടുക്കും? നമ്മുടെ ഈ മേശ കൊടുക്കും. അപ്പോൾ അതൊരു സന്തുലിത ബലമായിട്ട് മാറും. അപ്പോൾ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് അല്ല, അത് ബാലൻസ്ഡ് ഫോഴ്സ് ആയിട്ട് മാറുകയും അത് അവിടെ തന്നെ എന്ത് ചെയ്യുകയും ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് ഇരിക്കുകയും ചെയ്യും. അതായത് ഇത് റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ ഇരിക്കും, മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്ത് തന്നെ ഇരിക്കും. ആർക്ക് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വരത്തില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഫക്റ്റ് ഒന്നും വരാത്തതിന്റെ കാരണം അതാണ്. നമുക്ക് ഈ താഴോട്ട് വലിക്കുന്നതിനനുസരിച്ച് മുകളിലോട്ട് ഒരു ബലം ഉണ്ട്. അതാരെങ്കിലും കൊടുക്കണം. അതാരാണ് കൊടുക്കുന്നത്? ഇവിടെ ഈ ഒരു മേശയാണ് കൊടുക്കുന്നത്. തറയിൽ നിൽക്കുമ്പോൾ ആരാണ് കൊടുക്കുന്നത്? ആ ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ പ്രതിബലം എന്നൊക്കെ പറയും. നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ പ്രതിബലം എന്നൊക്കെ പറയും. ഇത് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് ആണ് മെയിൻ ആയിട്ട് അതിനകത്തുള്ള ഫോഴ്സുകൾ. ഇനി ഇത് മൂവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഫ്രിക്ഷണൽ ഫോഴ്സ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യണ കാര്യം നമ്മളിവിടെ പറയുന്നില്ല, അവിടെ സ്റ്റേറ്റ് നിർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് ഫോഴ്സുകളാണ്. ഒന്ന് ഗുരുത്വാകർഷണ ബലം അഥവാ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, പിന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോർമൽ ഫോഴ്സ് അഥവാ പ്രതിബലം. ഓക്കെ, അതിന്റെ വാല്യൂ സെയിം ആയിരിക്കും, പക്ഷേ ഓപ്പോസിറ്റ് ആയിരിക്കും. ന്യൂട്ടന്റെ തേർഡ് ലോ പോലെ തന്നെ ഫോഴ്സസ് പെയർ ആയിട്ടാണ് വരുന്നത്, ജോഡികളായിട്ടാണ് വരുന്നത്. ഗുരുത്വാകർഷണ ബലം താഴോട്ടാണെങ്കിൽ അതിന് ഒരു ജോഡിയായിട്ട് മുകളിലോട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് മുകളിലോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിൽക്കുന്നത്. നമ്മളായാലും ഭൂമിയുടെ പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്ന, മൂവ് ചെയ്യാതെ താഴോട്ട് പോകാതെ നിൽക്കുന്ന ഇങ്ങനെ ഒരു നോർമൽ ഫോഴ്സ് മുകളിലോട്ടുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കാൻ ആരെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ. രണ്ട് ഫോഴ്സ് ആണുള്ളത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സും നോർമൽ ഫോഴ്സും. ഓക്കെ, അതിനകത്ത് ബാക്കി എക്സസൈസിലുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൊമെന്റം കണ്ടുപിടിക്കാൻ, ആക്കം കണ്ടുപിടിക്കാനുള്ള മാസം വെലോസിറ്റി തന്നിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ സോൾവ്ഡ് എക്സാമ്പിൾ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ അതേ മോഡലിലുള്ള വേറെ 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്റ്റ് പറയത്തില്ല, എൻ്റെ സ്റ്റെപ്പ് വെച്ച് പറയാം. ക്വസ്റ്റ്യൻ വെളിയിൽ നിന്ന് എടുക്കുന്നതാണ്, നമ്മൾ തന്നെ ഒരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ടിലോട്ട് എഴുതി എടുക്കാം, ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഈ ഒരു രീതി നോക്കിയിട്ട് ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് അതിനകത്ത് വരുന്ന പ്രോബ്ലംസിന് വരുന്ന F = ma വെച്ചിട്ടുള്ള ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ്. അതിനകത്തൊരു എക്സാമ്പിളിനകത്തുള്ള ഒരു പ്രോബ്ലമാണ് അടുത്ത പറയുന്നത്. ഓക്കെ,
നോക്കണേ, ഒരു M1 എന്നുള്ളൊരു മാസ്, അതിലോട്ട് നമ്മൾ 10 ന്യൂട്ടൺ ബലം കൊടുത്തു, 10 ന്യൂട്ടൺ ബലം കൊടുത്തു, ഫോഴ്സ് കൊടുത്തു. അപ്പോൾ അതിനുണ്ടായ ആക്സിലറേഷൻ 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഇതേ ബലം, അതായത് 10 ന്യൂട്ടൺ തന്നെ M2 എന്ന് പറഞ്ഞൊരു ബോഡി കൊടുത്തപ്പോൾ അതിനുണ്ടായ ആക്സിലറേഷൻ 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണേ. അപ്പോൾ ക്വസ്റ്റ്യൻ വേണമെന്നുള്ളവർ ഇങ്ങനെ എഴുതുക, ഒരു ബോഡിയിൽ 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിന് 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനും, M2 എന്ന് പറഞ്ഞൊരു ബോഡിയിൽ 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനും ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ M1 ഉം M2 ഉം കൂടി നമ്മൾ ടൈ ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടി കെട്ടിയിട്ട് ഇതേ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതേ 10 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? അതിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കേട്ടു നോക്കുക. എന്താണ് ക്വസ്റ്റ്യൻ? 10 ന്യൂട്ടൺ M1 അപ്പോൾ അതേ ഫോഴ്സ് M2 കൊടുത്തു. അപ്പോൾ അതിനുണ്ടായ ആക്സിലറേഷൻസ് ആണ്, ഒന്നാമത്തേന് 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയറും രണ്ടാമത്തേന് 2 മീറ്റർ/സെക്കൻഡ് സ്ക്വയറും. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഈ 10 ന്യൂട്ടൺ കൊടുത്താൽ എത്ര ആക്സിലറേഷൻ ഉണ്ടാവും? അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാകേണ്ട റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്, പ്രവേഗത്തിനുള്ള വ്യത്യാസമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും മലയാളമൊക്കെ അറിയാലോ, ആക്സിലറേഷൻ ത്വരണം, ഫോഴ്സ്, ബലം, അതൊക്കെ അറിയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിലറേഷൻ അഥവാ ത്വരണം എപ്പോഴും ഇത് രണ്ടും കൂടെ കൂട്ടി ചേർത്ത് വെച്ചിട്ട് ഇതേ 10 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ട കാര്യം എന്താണ്? V - U/T വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ തന്നിരിക്കുന്ന കാര്യം F ആണ്, ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ F = ma എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നമുക്ക് എത്ര ടേംസ് ഉണ്ട്? 1, 2, 3 ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൽ 2 എണ്ണം അറിയാമെങ്കിൽ മൂന്നാമത്തെ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? F = ma, അതിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? MA ഉണ്ടെങ്കിൽ F കണ്ടുപിടിച്ചു. ഇനി A ഇപ്പുറത്ത് കൊണ്ടുവരിക, F/A = M. A ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നപ്പോൾ എന്തായി? ഡിവൈഡഡ് ആയി. F/A = M. അതായത് M കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സിനെ ആക്സിലറേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതുപോലെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്, മാസിനെ ഇനി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്നു, അപ്പോൾ റൈറ്റ് സൈഡിൽ ആക്സിലറേഷൻ മാത്രമായി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി, ഫോഴ്സിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണ്? ഫോഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മാസ് ആക്സിലറേഷൻ കൊണ്ട് ഗുണിച്ചാൽ മതി. മാസ് കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ, ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കാനുള്ള? ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് വേറെ ഇക്വേഷൻസ് ഉണ്ട്, V - U/T ഉണ്ട്. അവിടെ Vയും Uവും T ഒന്നുമില്ല, പിന്നെ ഉള്ളത് ഒരു ഫോഴ്സ് ആണ്. കണ്ട, അപ്പോൾ ഫോഴ്സ് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഇതായി കാണിച്ചിരിക്കുന്നത്, ഫോഴ്സ് ബൈ മാസ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് ബൈ മാസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് അറിഞ്ഞൂടെ എത്ര? 10 ന്യൂട്ടൺ. മാസ് എത്രയാ? മാസ് നമ്മൾ പറഞ്ഞു നേരത്തെ ഉള്ള ഒരു M1 M2 കൂടെ കൂട്ടി വെച്ചേക്കുന്നതാണ് മാസ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഓരോന്നിൻ്റെയും മാസ് തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് M1-ൻ്റെയും M2-ൻ്റെയും കൂടെ മാസുകളുടെ സമ്മാണ് അല്ലേ? അതിൻ്റെ മാസുകളുടെ സമ്മാണ്. അപ്പോൾ M1 മാസുള്ള വസ്തുവും M2 മാസുള്ള വസ്തുവും ഉണ്ടെന്ന് നമുക്ക് അറിയാവൂ. അതിൻ്റെ സം എടുത്താലേ നമുക്ക് ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് അവർ തന്നേക്കുന്ന ക്ലൂകളാണ് ഈ 2 കാര്യങ്ങൾ. ഇതിലെങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഓരോന്നിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ് നോക്ക്, 10 ന്യൂട്ടൺ M1 കൊടുത്തപ്പോൾ 5 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ ഉണ്ടായെന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? F = ma എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചൊന്ന് എഴുതി നോക്ക്. അപ്പോൾ F എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ. ഈ 10 എന്ന് പറഞ്ഞ സംഖ്യ എങ്ങനെയായിരിക്കും കിട്ടിയത്? അവിടുത്തെ മാസ് ആയിട്ടുള്ള M1-നെയും അവിടുത്തെ ആക്സിലറേഷൻ ആയിട്ടുള്ള 5-നെയും തമ്മിൽ ഗുണിച്ചപ്പോഴായിരിക്കൂലേ F = ma എന്ന് പറയുന്നതില്ലേ, മാസ് A കൂടെ ഗുണിക്കുമ്പോഴാണ് F കിട്ടുന്നത്. അപ്പം M1 × 5 = 10. അപ്പോൾ M1 എത്രയായിരിക്കും? 5-നെ ഏത് സംഖ്യ ഗുണിച്ചാലാണ് 10 കിട്ടുന്നത്? അപ്പോൾ M1 = 10/5, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താലും മതി. F/A 10/5. എത്ര ആൻസർ എത്ര? M1 = 2. SI യൂണിറ്റിൽ ഇടണം, കിലോഗ്രാം. M1 = 2 കിലോഗ്രാം. ഇതുപോലെ എങ്ങനെയുണ്ടേ? M2-ന്റെ കാര്യം ഇതുപോലെ പറഞ്ഞൂടെ? 10 = M2 ഗുണം എത്രയാണ്?
5 എന്താണ് m2ന്റെ എത്രയാണ് ആക്സിലറേഷൻ 2 m2 ഗുണം 2 അല്ലേ? ഇതില് ഏത് സംഖ്യനെ m2 കൊണ്ട് ഗുണിച്ചാലാണ് 10 കിട്ടുന്ന? 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 10 കിട്ടുന്ന? 5 അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 2നെ അങ്ങ് അപ്പുറത്തോട്ട് പോവാ. 10/2 = m2. അതായത് m2 = എത്ര വരും? എത്ര വരും? m2 = എത്ര വരും? 10/2 എത്രയാണ്? 5 കിലോഗ്രാം. ഓക്കെ, അപ്പൊ m1 ന്റെ മാസ് എത്ര കിട്ടി നമുക്ക്? 2 കിലോഗ്രാം കിട്ടി. m2 ന്റെ എത്ര കിട്ടി? 5 കിലോഗ്രാം കിട്ടി. ഇത് എവിടെ നിന്ന് കിട്ടിയത്? നമുക്ക് ആദ്യം തന്നിരുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആക്സിലറേഷൻ ആയില്ലേ? m1 m2 കൂടെ കൂട്ടാൻ പറ്റുന്നതായിരുന്നു നമ്മളെ പ്രോബ്ലം. അപ്പൊ m1 കിട്ടി, m2 കിട്ടി. അപ്പൊ അത് ഇനി കൂട്ടാൻ പ്രോബ്ലം എന്താ? 5 കിലോഗ്രാമും 2 കിലോഗ്രാമും കൂടെ എന്ത് അത് കൂട്ടിയാൽ മതി. സോ അവിടുത്തെ ആൻസർ എന്ത് വരും? ഇവിടെ ഇതാത്തൊരു അല്ലാതെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. a is equal to 10 divided by m1 plus m2. 5 plus 2 = 7. 10/7 ആണ് ആൻസർ. ആണെങ്കിൽ പോയിന്റിലോട്ട് ആക്കാം. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പോയിന്റിലാക്കിയാലും കുഴപ്പമില്ല, പോയിന്റ് ആക്കിയാലും കുഴപ്പമില്ല. 10/7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അതാണ് എൻ്റെ ആൻസർ. ആക്സിലറേഷൻ്റെ ആൻസർ അതാണ്. ഓക്കെ, പോയിന്റിലാക്കാൻ അറിയാമോ? അറിഞ്ഞുണ്ടെങ്കിൽ നോക്കുക. 10/7 എങ്ങനെ ചെയ്യുന്നത്? 1 × 7 7. അത് 7 കുറച്ചാൽ 3. 3 7 പോകത്തില്ല, അതുകൊണ്ട് 0 കൊടുക്കുക. ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക. 30 എത്ര? 7 4 28 2 0. 20 7 2 തവണ 14 6. ഇത്രയും മതി. 1.42 എന്ന് ആൻസർ വരും. ആക്സിലറേഷൻ ആണെങ്കിൽ ഒരു ഡിജിറ്റ് എടുക്കാം. 3 ഡിജിറ്റ് വരെയൊക്കെ മതി. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം 1.42 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ അത് എന്തായാലും ആ ഫ്രാക്ഷൻ എന്തായാലും അവിടെ എഴുതിയിരിക്കണം. ഓക്കെ, അത്രയേ ഉള്ള ഒരു പ്രോബ്ലം. ഇതാണ് ഒരു മോഡൽ സോൾവ്ഡ് എക്സാമ്പിൾ വരുന്നത്. 2 രീതിയിൽ മാസ് രണ്ടെണ്ണത്തിൽ നിന്ന് മാസ് എടുത്തിട്ട് അത് തമ്മിൽ കൂട്ടി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇത് വേറെ രീതിയിലും ചോദിക്കാം. ഈ ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് ഏത് രീതി വന്നാലും ചെയ്യാൻ പറ്റും. ചിന്തിച്ച് എന്താണ് കാര്യം എന്നൊക്കെ മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഓക്കെ, അടുത്തായിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം അഥവാ ആക്ക സംരക്ഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലത്തിന്റെ അതേ മോഡലിലുള്ള ഒരു കണക്കാണ്. ടെക്സ്റ്റിൽ ചെയ്ത സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. അതിൻ്റെ സംഖ്യകളൊക്കെ മാറ്റി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പം ജസ്റ്റ് എ ബി എന്ന് പറയുന്നുള്ളൂ. എ എന്ന് പറഞ്ഞൊരു ബോഡി, അതിൻ്റെ വെയിറ്റ് ഒരു 20 കിലോഗ്രാം എന്ന് വയ്ക്കുക. അതൊരു 3 മീറ്റർ പെർ സെക്കൻഡിൽ പോവുകയാണ്. 3 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എ എന്ന് പറഞ്ഞ ബോഡി 20 കിലോഗ്രാം ഉള്ളത് 3 മീറ്റർ പെർ സെക്കൻഡിൽ പോകും. ഇത് വന്ന് ബി എന്ന് പറഞ്ഞൊരു ബോഡിയിൽ ഇടിക്കുകയാണ്, ഹിറ്റ് ചെയ്യാണ്, കൊളിഷനാണ്, ഇടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം ആണ്. അത് റെസ്റ്റിൽ ഇരിക്കുകയായിരുന്നു. റെസ്റ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ 0 മീറ്റർ പെർ സെക്കൻഡിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇടിച്ചതിന് ശേഷം എയുടെ വെലോസിറ്റി വൺ മീറ്റർ പെർ സെക്കൻഡ് ആയി കുറഞ്ഞെങ്കിൽ ബിയുടെ വെലോസിറ്റി എത്ര? ഓക്കെ, വെയിറ്റ് ചെയ്താൽ അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. എ എന്ന് പറഞ്ഞൊരു ബോഡി 20 കിലോഗ്രാം 3 മീറ്റർ പെർ സെക്കൻഡിൽ പോകുമായിരുന്നു. ഇങ്ങനെ പോയി വന്ന് ബിയിൽ ഇടിച്ചു. ബി റെസ്റ്റിൽ ഇരിക്കുമായിരുന്നു. ബിയുടെ വെയിറ്റ് അല്ല, മാസ് 10 കിലോഗ്രാം ആണ്. അവിടെ കൊളിച്ചതിന് ശേഷം എയുടെ വെലോസിറ്റി എത്രയായിട്ട് കുറഞ്ഞു? 3ൽ പോയിക്കൊണ്ടിരുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറഞ്ഞു. ഇതിൽ വന്ന് ഇടിക്കുമ്പോൾ ബി അനങ്ങുമല്ലോ, ബി മൂവ് ചെയ്യുമല്ലോ. അങ്ങനെയാണെങ്കിൽ ബിയുടെ പുതിയ വെലോസിറ്റി എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെ പൊളിഷനോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് മുമ്പുള്ളതും ശേഷമുള്ളതും കമ്പയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഉപയോഗിക്കേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ ഇക്വേഷൻസ് ആണ്. അതായത് ഒരു പ്രോസസ്സിന് മുമ്പുള്ള മൊമെന്റവും ശേഷമുള്ള മൊമെന്റവും തുല്യമാണെന്നുള്ള കാര്യമാണ് നമ്മളവിടെ എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് മുമ്പുള്ള മൊമെന്റം കണ്ടുപിടിക്കുക, ശേഷമുള്ള മൊമെന്റം കണ്ടുപിടിക്കുക, രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ വെലോസിറ്റി കിട്ടും. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് എഴുതി ചെയ്തു നോക്കാം. അപ്പോൾ എയുടെ മാസ് അറിയാം, എന്താണ്? m1 എന്ന് കൊടുക്കുക, എക്ക്, ബിക്ക് 2 എന്നും കൊടുക്കുക. അപ്പോൾ m1 എത്രയാണ്? 20 കിലോഗ്രാം. u1 എത്രയാണ്? 3 മീറ്റർ പെർ സെക്കൻഡ്. u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം.
ഓക്കെ, ആദ്യത്തെ 3 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബി ആയിരുന്നെങ്കിലോ, ബിയുടെ മാസ് m2 എത്ര 10 കിലോഗ്രാം, u2 എത്രയാ 0 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് കൊളിഷന് മുമ്പുള്ള ടോട്ടൽ മൊമെന്റം പറ. ഇങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും എളുപ്പം. ടോട്ടൽ മൊമെന്റം എങ്ങനെ കണ്ടുപിടിക്കും? m1u1 പ്ലസ് m2u2. അപ്പൊ ഇവിടെ എഴുതണം മൊമെന്റം, അല്ലെങ്കിൽ മലയാളം മീഡിയം ആക്കം. ബിഫോർ കൊളിഷൻ, കൊളിഷന് മുമ്പ്, ബിഫോർ കൊളിഷൻ കൂട്ടിമുട്ടുന്നതിന് മുമ്പുള്ള ആക്കം. m1u1 പ്ലസ് m2u2. m1u1 എങ്ങനെ കണ്ടുപിടിക്കും? 20 ഇൻറ്റു ഇതെല്ലാം SI യൂണിറ്റിലാണ്, അല്ലെങ്കിൽ അത് മാറ്റണേ. 20 ഇൻറ്റു 3 എത്ര? 20 ഇൻറ്റു 3 എത്ര? 60 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് പ്ലസ് m2u2 എത്ര? അതിലൊരെണ്ണം 0 ആവൂലേ, വെലോസിറ്റി 0 അല്ലേ. സോ മൊമെന്റം എന്താവും? 0 ആവും. ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി 0 ആയാൽ അതിൽ 0 ആവും മൊമെന്റം. മാസോ വെലോസിറ്റിയോ 0 ആയാൽ മൊമെന്റം 0 ആണ്. സോ ഇവിടുത്തെ ആൻസർ എത്ര തന്നെ? 60 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ബിഫോർ. അപ്പൊ ഈ 60 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഇടിച്ചതിന് ശേഷവും അതിന്റെ രണ്ടിനെയും കൂടെ മൊമെന്റം കൂട്ടുമ്പോൾ എത്രയായിട്ട് തന്നെ നിൽക്കണം? 60 ആയിട്ട് തന്നെ നിൽക്കണം. അതാണ് ആര് പറയുന്നത്? ആക്ക സംരക്ഷണ നിയമം അഥവാ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എത്രയാണ് അവിടുത്തെ ഇടിച്ചതിന് ശേഷമുള്ള മൊമെന്റം നോക്കാം. ഇടിച്ചതിന് ശേഷം അതിന്റെ മാസം ഒന്നും മാറൂല. സോ അവിടെ v1 എന്ന് എടുത്തു കഴിഞ്ഞാൽ v1 എത്രയാ? 1 മീറ്റർ പെർ സെക്കൻഡ്. v2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ബിയുടെ ഇടിച്ചതിന് ശേഷമുള്ള വെലോസിറ്റിയാണ് നമ്മൾ v2 എന്ന് എടുത്തേക്കുന്നത്. ആ v2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അത് നമുക്ക് ചെയ്യാം. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മൊമെന്റം എന്ത് വരും? എയുടെ മാസ് എത്ര? എയുടെ മാസ് എത്രയുടെ? 20 കിലോഗ്രാം. അപ്പൊ 20 ഇൻറ്റു അത് ചെയ്തു പോവാം. m1v1 പ്ലസ് m2v2 ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ m1 എത്ര? എയുടെ മാസ് എത്ര? 20. v1 എത്ര? 1. അപ്പൊ 20 ഇൻറ്റു 1 എത്ര തന്നെ? 20 ഇൻറ്റു 1 എത്രയാണ്? 20 തന്നെ. പ്ലസ് ബിയുടെ മാസ് എത്ര? 10 കിലോഗ്രാം. സോ 10 ഇൻറ്റു ബിയുടെ ഇടിച്ചതിന് ശേഷമുള്ള സ്പീഡ് അറിയാമോ? അറിഞ്ഞൂടാ. അതുകൊണ്ട് അതിനെ v2 എന്ന് കൊടുക്കുക. 10 ഇൻറ്റു v2. ഓക്കെ, ഇവിടെ ആൻസർ എന്ത് വരും? 20 പ്ലസ് 10 v2. ഓക്കെ, 20 പ്ലസ് 10 v2. ഇത്രയും നോക്കുക. ഈ ബാക്കി ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്തുവാ? ഈ 20 പ്ലസ് 10 v2 ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 60 കിട്ടണം. എന്നാലേ ഇത് രണ്ടും എന്താവും? തുല്യമാവും. കണക്കല്ല എളുപ്പമുള്ളവർക്ക് ഇപ്പൊ തന്നെ ആൻസർ അത് നോക്കി പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇത് എക്സ്പെക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഈ 60 എന്ന് പറഞ്ഞാൽ ബിഫോർ കൊളിഷന് മുമ്പുള്ള ബിഫോർ കൊളിഷൻ ആ സമയത്തുള്ള മൊമെന്റം, ആഫ്റ്റർ കൊളിഷനുള്ള മൊമെന്റം അത് എത്രയാണ്? 20 പ്ലസ് 10 v2 തുല്യമാണെന്ന് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കാന്നില്ല, ഇത് എന്ത് കാരണമാണെന്ന് ഇതിന് മുമ്പ് എഴുതണം. അക്കോർഡിംഗ് ടു എന്ത് കാരണമാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്ന? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ആക്ക സംരക്ഷണ നിയമപ്രകാരം എന്താണ്? കൊളിഷന് മുമ്പുള്ള, കൂട്ടിയിടിക്ക് മുമ്പുള്ള മൊമെന്റവും ശേഷമുള്ള മൊമെന്റവും തുല്യമായിരിക്കും. ഇപ്പൊ കൂട്ടിയിടിക്ക് മുമ്പുള്ള മൊമെന്റം 60, ശേഷമുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ 10 പ്ലസ് 10 v2 എന്നും കിട്ടി. അപ്പൊ ഇതിൽ നമുക്ക് സോൾവ് ചെയ്ത് എന്ത് കിട്ടും? v2 കിട്ടും. അപ്പൊ 20 ഇവിടെ കൂട്ടി വയ്ക്കുന്നു. ആദ്യം അവൻ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പൊ 60 മൈനസ് 20 സമം 10 v2. 60 20 കുറച്ച് എത്രയുടെ ആൻസർ? നിങ്ങൾ അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതണേ. 60 20 കുറച്ച് എത്രയാണ്? 40. അടുത്ത സ്റ്റെപ്പിൽ 10 ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നു, അപ്പുറത്ത് കൊണ്ടുവരിക. 40 ഡിവൈഡഡ് ബൈ 10 is equal to v2. സോ 0 0 പോയി 4/1 ആൻസർ എത്ര? v2 is equal to 4 മീറ്റർ പെർ സെക്കൻഡ്. ഇതൊരു എക്സാമ്പിൾ കണക്കാണ്, റിയാലിറ്റി ആയിട്ട് കമ്പയർ ചെയ്തത്. സോ ഇവിടുത്തെ ആൻസർ എത്ര? 4 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് കുറഞ്ഞു? 1 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറഞ്ഞെങ്കിൽ ബിയുടെ വെലോസിറ്റി എത്രയായിരിക്കും? 4 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കണം. എന്നാലേ ഇത് കറക്റ്റ് 60 ആയിട്ട് നിൽക്കൂ. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഇതിന് കണക്കിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ആ ചെയ്യുന്ന രീതിയാണ് ശ്രദ്ധിക്കാനുള്ളത്, അക്കങ്ങളല്ല, ആ ചെയ്യുന്ന രീതി. ഓക്കെ, എങ്ങനെയാണ് ഇത് ഇതിന്റെ കൺസെപ്റ്റ് ചെയ്തത്? m1u1 പ്ലസ് m2u2 m1v1 പ്ലസ് m2v2. കണക്ക് ചെയ്യുന്ന രീതിയെക്കാളും നമ്മൾ ഈ ഫിസിക്സ് ആണല്ലോ, ഫിസിക്സ് വേണം നോക്കാൻ. നമ്മൾ അതിന് മുമ്പ് ബിഫോർ കൊളിഷൻ ചെയ്തു, അവിടുത്തെ മൊമെന്റം കണ്ടുപിടിച്ചു. ആഫ്റ്റർ കൊളിഷൻ ചെയ്തു, അവിടുത്തെ മൊമെന്റം കണ്ടുപിടിച്ചു. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. അത് നിയമം അനുസരിച്ച് ലോ ഓഫ് കൺസർവേഷൻ ഓഫ്
മൊമെന്റം, കൺസർവേഷൻ ഓഫ് മൊമെന്റം അഥവാ ആക്കം, മൊമെന്റം അല്ലെങ്കിൽ ആക്കം, അതിന്റെ കൺസർവേഷൻ നിയമം അനുസരിച്ചാണ് നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇതാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്ന അല്ല ആ ഒരു ഭാഗത്ത് വരുന്ന പ്രോബ്ലം. ഇതിൽ ഏത് വേണോ ചോദിക്കാം, ചിലപ്പോൾ മാസ് ചോദിക്കാറില്ല, കൂടുതലും വെലോസിറ്റിയാണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതൊന്നും ചെയ്ത് പഠിക്കുക, ടെക്സ്റ്റിലുള്ള എല്ലാ സോൾവ്ഡ് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള മെയിൻ പ്രോബ്ലംസ്. ബാക്കിയുള്ള എല്ലാം ലോസിൻ്റെ എക്സാമ്പിൾസ് ആണ്, അത് നിങ്ങൾ പഠിക്കുക. പിന്നെ അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് നിശ്ചല ജഡത്വമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നിശ്ചല ജഡത്വം, ഇപ്പോൾ നമ്മൾ കാർപ്പറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഡസ്റ്റർ ആണെങ്കിൽ നമ്മളിങ്ങനെ തട്ടുമ്പോൾ പൊടി അതിൽ നിന്ന് തെറിച്ച് പോകാനുള്ള കാര്യം എന്താണ്? അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ്? ഇതിൽ റെസ്റ്റിലാണ് ഇരിക്കുന്നത് അല്ലേ? നമ്മൾ പെട്ടെന്ന് അത് മൂവ് ചെയ്യിക്കുമ്പോൾ ആ ഡസ്റ്റർ മൂവ് ചെയ്യും, ഡസ്റ്റ് അതിനകത്തുള്ള പൊടി അതേ അവസ്ഥയിൽ തന്നെ അതേ റെസ്റ്റിൽ തന്നെ തുടരാൻ ശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആ ഡസ്റ്റർ മൂവ് ചെയ്യും, ആ ഡസ്റ്റ് അവിടെ എയറിലോട്ട് അല്ലെങ്കിൽ ആ ചോക്കിൻ്റെ പൊടി എന്ത് ചെയ്യും, ആ എയറിൽ തന്നെ നിൽക്കാനും കാരണമാവും. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ളത്. നമ്മൾ കാർപ്പറ്റിലായാലും പൊടി തട്ടിക്കളയുമ്പോൾ സംഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഡസ്റ്റ് അല്ലെങ്കിൽ അവിടുത്തെ പൊടി എന്ന് പറയുന്ന ഏതവസ്ഥയിൽ, റെസ്റ്റിൽ നിശ്ചലാവസ്ഥയിൽ തുടരാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ തട്ടുന്ന ആ ഒരു കാർപ്പറ്റ് അല്ലെങ്കിൽ ഈ ഡസ്റ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഇത് നിശ്ചലാവസ്ഥ അവിടെ തന്നെ നിൽക്കുമ്പോൾ അതെന്ത് ചെയ്യും, വായുവിലായതുകൊണ്ട് അത് അവിടെ നിൽക്കില്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, താഴോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, അത് മാക്സിമം ചൂസ് ചെയ്ത് പഠിക്കുക. ആ ടെക്സ്റ്റിലുള്ള എന്തായാലും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.